സാറ് എങ്ങോട്ടാ കൊണ്ടുപോകണേ സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വിളിക്കണോ? അങ്ങനല്ല, എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റൂ? എന്റെ വണ്ടി വരാമോ? എന്നാ ശരി. ഓക്കെ, 7 മണിക്ക് മുൻപേ ആള് വീട്ടിലെത്തിയില്ല എങ്കിൽ ഈ വീഡിയോ ഓട്ടോമാറ്റിക് അപ്ലോഡ് ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതിജീവിതയെ അല്ലെങ്കിൽ ഇരയെ അപമാനിച്ചു എന്ന ഒരു കേസാണ് ഇവർക്ക് നേരെയുള്ളത്. സന്ദീപ് ജി വാര്യർക്കുമെതിരെ കേസുണ്ട്. അതേപോലെ 2 സ്ത്രീകൾ, പേര് പറഞ്ഞിട്ടില്ല, അവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആർക്ക് വേണ്ടിയും ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ള വല്ല നിയമവും ഉണ്ടോ? ഇവിടെ മാധ്യമങ്ങളാണോ കോടതിയായിട്ട് പ്രവർത്തിക്കേണ്ടത്? ഇവിടെ മാധ്യമങ്ങളാണോ വിധി നിശ്ചയിക്കേണ്ടത്? ഇവിടെ മാധ്യമങ്ങളുടെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ